നമ്മളൊക്കെ ഇന്ന് മലയാളികൾ വളരെ വമ്പും വീമ്പുമൊക്കെ പറയുമ്പോൾ ആവർത്തിച്ചുപയോഗിക്കുന്നൊരു വാക്കാണ് ഞങ്ങളും അരിയാഹാരം കഴിക്കുന്നവരാണ്. അല്ലെങ്കിൽ അമ്മയുടെ പാല് കുടിച്ചിട്ടുള്ളവർ, അരിയാഹാരം കഴിച്ചിട്ടുള്ളവർ ആരുണ്ടടാ എന്നൊക്കെ പറഞ്ഞ് ധൈര്യമായി ഇറക്കുന്ന സ്റ്റേറ്റ്മെൻറ്റാണ്. അരിയാഹാരം കഴിച്ചിട്ടുള്ളവർ എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം മലയാളികളെന്നും കരുത്തരെന്നും നിന്നെപ്പോലുള്ളവരെന്നും അങ്ങനെ ഞങ്ങളങ്ങ് തുപ്പിന്നിറങ്ങി വന്നവരല്ല എന്നൊക്കെ പറയാനാണ് പറയുന്നതെങ്കിൽ ഇന്ന് ആ അരിയാഹാരത്തിൻ്റെ പ്രസക്തി വീടുകളിൽ ഗണ്യമായി കുറഞ്ഞു വരുന്നുവെന്നും അരിയാഹാരം ക്രമേണ ഒരു അപ്രത്യക്ഷ ഭാവത്തിലേക്കാണ് പോകുന്നതെന്നും പരമ്പരാഗതമായി നമ്മൾ കഴിച്ചുകൊണ്ടിരുന്ന പലതും നിശബ്ദമായ അപ്രത്യക്ഷമായതുപോലെ ഇനിയും പലതും അപ്രത്യക്ഷമാകാനിരിക്കുന്നു എന്നുമാണ് സൂചന. അതായത് NSSO കേന്ദ്ര സ്റ്റാറ്റിസ്റ്റിക്സ് വകുപ്പ് തന്നെ പുറത്തുവിട്ട ചില പഴയ കണക്കുകൾ വായിക്കാം. 2011-12 ഒരു ശരാശരി ഒരാൾ കഴിച്ചിരുന്ന അരിയുടെ അളവ് 7.3 കിലോഗ്രാം ആയിരുന്നെങ്കിൽ അത് 5.82 കുറഞ്ഞു. നഗരമേഖലയിൽ ഇത് 6.74 നിന്നും 5.25 കുറഞ്ഞു. ഇത് പ്രധാനമായും ഇതിൻ്റെ കാരണങ്ങളെ സംബന്ധിച്ചൊക്കെ അവർ പരാമർശിക്കുന്നത് ദിവസവും 3 നേരവും അരിയാഹാരം എന്നുള്ളത് രാത്രികാലങ്ങളിൽ ഇപ്പോൾ എല്ലാവരും നല്ലൊരു ശതമാനം പേരും ചപ്പാത്തിയിലേക്കും ഗോതമ്പിലേക്കുമൊക്കെ തിരിഞ്ഞത്രേ. പിന്നെ ആരോഗ്യബോധവൽക്കരണവും മറ്റുള്ള സംഗതികളുമൊക്കെ വന്നതോടുകൂടി കൂടുതൽ ആരോഗ്യ ചിന്തകളിലേക്ക് അവർ കടന്നു എന്നാണ് പറയുന്നത്. പിന്നെ തൊഴിൽ രീതികളിൽ ഉണ്ടായ മാറ്റം ഇതിനെ സ്വാധീനിച്ചു എന്ന് പറയുന്നു. കൂടാതെ ഫാസ്റ്റ് ഫുഡ്, പുറത്തുനിന്നുള്ള ഭക്ഷണം എന്നിവയൊക്കെയാണ് ഇതിൽ മാറ്റമുണ്ടാക്കിയത് എന്നാണ് പറയുന്നത്. ഇതൊക്കെ ആ റിപ്പോർട്ടിലെ ചെറിയ പരാമർശങ്ങളാണ്. ഇത് വസ്തുതാപരമായി നമ്മൾ ചിന്തിക്കുമ്പോൾ കേരളത്തിൽ ഏതാണ്ട് 10-40% വരും ഷുഗർ രോഗികൾ എന്നാണ് പറയുന്നത്. ആ ഷുഗർ രോഗത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം നമ്മൾ ചായയിൽ പഞ്ചസാര ഉപേക്ഷിച്ച ശേഷം ഇഷ്ടംപോലെ ചോറ് തിന്നാലുള്ള സ്ഥിതി എല്ലാവർക്കും അറിയാവുന്നതാണ്. ഞാൻ പലപ്പോഴും ചില വീഡിയോകളിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഷുഗർ രോഗികൾ കഴിക്കേണ്ട ചോറ് അല്ലെങ്കിൽ അരി എന്ന് പറയുന്നത് നമ്മുടെ ഊണ് പച്ചരി എന്നൊക്കെ പറയുന്ന പച്ചരിയുടെ ചോറാണ്. അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, ഈ നമ്മുടെ വീട്ടിൽ വരുന്ന 2-3 തവണ പുഴുങ്ങിയ അരി അത് 3-മതോ 4-മതോ പുഴുങ്ങുമ്പോഴേക്കും വളരെ റൈപ്പായ ഷുഗറായി ഇങ്ങനെ ഇരിക്കുകയാണ്. അത് നമ്മുടെ വയറ്റിലേക്ക് ചെല്ലുമ്പോൾ വളരെ പെട്ടെന്ന് ഷുഗർ ലെവൽ കൂടുകയും അബ്സോർപ്ഷൻ കൂടുകയും ബ്ലഡിൽ കൂടുതൽ ഷുഗർ കണ്ടൻറ്റും ഉണ്ടാകുകയും ചെയ്യും. അതിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി ലിവർ ആക്ട് ചെയ്യും. ആ ലിവർ അതിന് പ്രത്യേകമായ എൻസൈമുകൾ പുറപ്പെടുവിക്കും. അത് പിന്നീട് എന്തായിത്തീരുന്നു, കൊളസ്ട്രോളായി കൺവേർട്ട് ചെയ്തൊക്കെ മാറുന്നു. എന്ന് വെച്ചാൽ അരി ഒരു വില്ലനാണ് എന്ന് തന്നെയാണ് അതിൻ്റെ കാര്യം. എന്നാൽ നമ്മൾ ഊണ് പച്ചരി അല്ലെങ്കിൽ പച്ചരി കഴിക്കുമ്പോൾ അത് നമുക്കറിയാം, അതിന് മുമ്പ് പുഴുങ്ങുന്നില്ല. ഫസ്റ്റ് ബോയിലിംഗ് ആണ് നമ്മൾ ചോറ് വെക്കുമ്പോൾ ഉള്ളത്. അപ്പോൾ അതിന് അത്രയും പരുവപ്പെടുകയുള്ളൂ. അത് വയറ്റിലേക്ക് ചെന്നാൽ ആ വയറ്റിലെ നമ്മുടെ സ്റ്റൊമക്കിൽ തുടരുന്ന അത്രയും സമയം കൊണ്ട് വളരെ കുറച്ച് ഷുഗറെ അബ്സോർബ് ചെയ്യുള്ളൂ. അതുകൊണ്ട് പെട്ടെന്ന് അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് പച്ചരിച്ചോറ് തിന്നാൽ വിശക്കും എന്ന് പലരും പറയാറുണ്ട്. അപ്പോൾ അത് ഉണ്ടാക്കുന്നൊരു വ്യത്യാസം വളരെ വലുതാണ്. ഇപ്പോൾ ആളുകളൊക്കെ വളരെ ബോധവൽക്കരിക്കപ്പെട്ട് ഈ ലൈഫ് സ്റ്റൈൽ സംഗതികളുമായി പൊരുത്തപ്പെട്ടപ്പോൾ അരി ക്രമേണ അപ്രത്യക്ഷമാകുന്നു എന്ന് മാത്രമല്ല, ഈവൻ ഓൺലൈൻ സിറിൽസ് ഉണ്ടല്ലോ, പലതരത്തിലുള്ള വെറൈറ്റി സിറിലുകളുടെ വരവ് കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ 3% നിന്ന് ഏതാണ്ട് 11% വർദ്ധിച്ചു എന്നാണ് പറയുന്നത്. എത്ര ഇരട്ടിയാണെന്ന് നോക്കണം. കാരണം ആരോഗ്യപരമായ ഈ കാരണങ്ങളാണ് ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം, നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ പഴങ്കഞ്ഞി ഏറെക്കുറെ അസ്തമിച്ചു. പണ്ട് നമ്മുടെ വീടുകളിലൊക്കെ നിരന്തരമുള്ള ഒരു സംഗതിയാണ് രാവിലെ പഴങ്കഞ്ഞി. ഒന്നെങ്കിൽ 11 മണിക്ക് കഴിക്കും, അല്ലെങ്കിൽ അതിരാവിലെ കഴിക്കുന്നവരുണ്ട്. ഇപ്പോൾ പഴങ്കഞ്ഞി എന്ന് പറയുന്നത് ഒരു നൊസ്റ്റു ഫീലിങ്ങിന് വേണ്ടി പ്രത്യേകമായ ചില കടകളിൽ മാത്രം വെച്ചിരിക്കുന്നതാണ്. അവിടെയും കഴിക്കാൻ പോകുന്ന ആരാ? ഒരു 45-50 കഴിഞ്ഞവരാണ്. അതിന് മുമ്പ് ഇപ്പോഴത്തെ പിള്ളേരുടെ അടുത്തൊക്കെ അത് കൊടുത്താൽ അവർ ചട്ടിയും പാത്രവും കൂടെ എടുത്ത് ചിലപ്പോൾ ദൂരോട്ടങ്ങ് കളയും. അപ്പോൾ പഴങ്കഞ്ഞി അങ്ങനെ ഒരു പരുവമായി. ന്യൂ ജനറേഷൻ കുട്ടികളുടെ കാര്യത്തിൽ എന്താ സംഭവിച്ചിരിക്കുന്നത്? അവരിൽ നല്ലൊരു ശതമാനം പേരും രാവിലെ ചായയോ അങ്ങനെയുള്ള ഒരു ഡ്രിങ്കോ കുടിക്കുന്നവരല്ല. നല്ലൊരു ശതമാനം പേരും അവർ എഴുന്നേൽക്കുന്നത് തന്നെ പലരും 9:30-ക്കും 10 മണിക്കുമാണ്. ഇനി അവർക്ക് ആവശ്യമുണ്ടെങ്കിലോ അവർ എഴുന്നേൽക്കുന്ന ആ രൂപത്തിൽ തന്നെ ചിലപ്പം ആ പുതച്ചിരിക്കുന്ന പുതപ്പും കൊണ്ടങ്ങ് കോളയിൽ പോകുന്ന ഒരു സ്ഥിതിയിലാണ്. അതിന് പുതിയ കാലത്ത് തല കുളിക്കില്ല, തലേന്ന് കുളിച്ചതാണ് എന്നൊക്കെ പറയുന്ന പ്രയോഗങ്ങളാണ് അതിൽ സാധാരണ കേട്ടുവരുന്നത്. കാരണം അവർ കുളിച്ചാൽ അവർക്ക് അപ്പോൾ ഉള്ള ഒരു മേക്ക് ഓവർ മെയിൻറ്റെയിൻ ചെയ്യാനൊന്നും പറ്റില്ല. പക്ഷേ നമ്മുടെയൊക്കെ പണ്ടത്തെ കാലത്ത് കുളിക്കാതെ പോകുന്നത് എന്ന് പറയുന്നത് വളരെ അസ്വസ്ഥത ഉണ്ടാക്കുന്നൊരു കാര്യമാണെങ്കിൽ ഇന്ന് അവരെ സംബന്ധിച്ചിടത്തോളം അതൊരു പ്രശ്നമുള്ള കാര്യമല്ല. അവർ മുഴുവനല്ല ഞാൻ പറയുന്നത്, അവരുടെ ലൈഫ് സ്റ്റൈൽ അങ്ങനെയായി. പിന്നെ അവരിൽ നല്ലൊരു ശതമാനം പേരും ഈ പറഞ്ഞ ചോറ് കറി എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ തന്നെ അവരുടെ മുഖഭാവത്തിലുണ്ടാകുന്ന മാറ്റമൊക്കെ ഒന്ന് കാണണം.
നല്ല കപ്പയും മത്തിക്കറിയും ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അവരുടെ മുഖത്തോട്ട് നോക്കിയാൽ നമ്മൾ ജീവിതം തന്നെ അങ്ങ് വെറുത്തു പോകുന്നൊരു ഭാവത്തിലാണ് അവരതിനെക്കുറിച്ച് പ്രതികരിക്കുക. എന്നാൽ അവർക്ക് ന്യൂ ജനറേഷൻ ഫാസ്റ്റ് ഫുഡ്, ഈ പറയുന്ന ഷവർമ, ഷവായി, പിന്നെ അത് ഇതെന്നൊക്കെ പറയുന്നത്, പിന്നെ ആകെ അരിയുടെ മൂല്യം അല്പം ഉയർത്തിയത് മന്തി വന്നതിന് ശേഷമാണ്. മന്തിക്കകത്ത് പിന്നെ അരി വേണമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഈ മന്തി എന്ന പേരിനുള്ളിൽ കുറച്ച് അരി പോകുന്നു എന്നുള്ളതല്ലാതെ മറ്റ് കാര്യങ്ങളൊന്നും ഇല്ലാതായിരിക്കുന്നു. പിന്നെ ഇപ്പോൾ ഒരു മാസം എടുത്ത് നോക്കിയാൽ നമുക്കൊരു 10 ദിവസമെങ്കിലും പലതരത്തിലുള്ള പാർട്ടികളാണ്. ബർത്ത്ഡേ പാർട്ടി, വിവാഹ വാർഷിക പാർട്ടി, കാർ എടുത്തതിൻ്റെ പാർട്ടി, കാർ വിറ്റേൻ്റെ പാർട്ടി, ഇങ്ങനെയുള്ള പാർട്ടികൾ. ഈ പാർട്ടികളിലൊന്നും നമുക്ക് ചോറളിയനെ കാണാൻ പറ്റില്ല. അപ്പോൾ ചുരുക്കത്തിൽ ചോറളിയനും അരിയളിയനും അപ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് പറയുന്നത്. കുട്ടികളുടെ എണ്ണം കൂടുന്നതും കുറയുന്നതുമൊക്കെ വലിയ ചർച്ചകളായി അതിനുള്ളിലെ ജാതി മത സമവാക്യങ്ങളൊക്കെ ചർച്ച ചെയ്യുമ്പോൾ പാവം അരി ഉറഞ്ഞു പോകുന്നു എന്നുള്ളത് ആരും ശ്രദ്ധിക്കുന്നില്ല. അതുകൊണ്ട് ഇനി അരിയെ സംരക്ഷിക്കാൻ കൂടി ഒരു 10 വർഷം കഴിയുമ്പോൾ എന്തെങ്കിലുമൊക്കെ നടപടികളാക്കേണ്ടി വരും എന്നതാണ് തോന്നുന്നത്.